നമ്മുടെ കുളത്തുപുഴ ക്ഷേത്രത്തിൻ്റെ മീനൂട്ട് വഴിപാടെന്ന് പറയേ. ശരിക്കും വഴിപാടാണ്, വഴിപാടായിട്ട് എല്ലാവരും നടത്തുന്നതാണ്. ഇവിടുത്തെ മീനിനെ ഒന്നും പിടിക്കാറില്ല, കാരണം വഴിപാടായിട്ട് നടത്തുന്നത് കൊണ്ട് ആ ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ മീനിനെ അങ്ങനെ ആരും പിടിക്കാറൊന്നുമില്ല. ഇന്ന് വഴിപാട് നടത്താൻ ഇന്ന് വഴിപാടായിട്ട് നമ്മൾ കപ്പലണ്ടിയോ പരിപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ വന്ന് ഇട്ടുകൂടെ. കണ്ടോ, ഓറഞ്ച് കളറിലൊക്കെ മീനുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമില്ലല്ലേ, അന്ന് താഴെ ഇറങ്ങി പോയായിരുന്നോ? അവിടെ ആയിരുന്നോ പോയത്? ഇവിടെ പടവുണ്ട് കേട്ടോ ഇറങ്ങി പോകാനായിട്ട്. ഇത് അവിടെയുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഓരോ പടവുകളുണ്ട് ഇറങ്ങി പോകാനായിട്ട്. ഈ നേർച്ച നടത്തുന്നത് എന്തിനാണോ, നമ്മുടെ ദേഹത്തുള്ള ഈ അരിമ്പാറ, ഉണ്ണി അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും വന്നിട്ട് തലയ്ക്കൊഴിഞ്ഞ് പൊരിപ്പോ അങ്ങനെ അത് കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നേർച്ചയായിട്ടിടും. അപ്പം ആ ഒരു വിശ്വാസമാണ്. അതായത് നമ്മുടെ ദേഹത്തുള്ള പാടുകൾ അല്ലെങ്കിൽ അരിമ്പാറ, അത് ഉണ്ണി, ഈ കഴുത്തിലൊക്കെ ചിലയിടയ്ക്ക് കഴുത്തിലൊക്കെ ഉണ്ണി വരില്ലേ, അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന നേർച്ച. നമ്മളിങ്ങനെ ഇതൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കൂടി വരും കേട്ടോ. പക്ഷേ ഇവിടുന്ന് അങ്ങനെ പോകണില്ല, ഈ ഒരു ഏരിയ തന്നെ ഇങ്ങനെ നിൽക്കണം, ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട്. കുളത്തുപുഴ അമ്പലത്തിലെ മീനൂട്ട് എന്താണെന്ന് കാണാമെന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേര് ഈ മീനൂട്ട് നടത്താൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം വലിയ ആചാരമുള്ളൊരു അമ്പലമാണ് കേട്ടോ, വലിയ ആചാരങ്ങളൊക്കെ ഉള്ള എല്ലാവരും ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ. അത് ഈ ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് മീനൂട്ടൊക്കെ നടത്തിയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ കൊച്ചു പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട്.
എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതാ ഇവിടെ മീനൂട്ട് നേർച്ച നടത്തുന്നവരാട്ടോ. അതിങ്ങനെ ഇവിടെ വന്നിട്ട് മീനൂട്ട് നേർച്ചകൾ നടത്തിയിട്ട് പോകും. അപ്പം ഇത് അമ്പലം കുളത്തുപ്പുഴ തിരുവനന്തപുരം റോഡിന്റെ സൈഡിലാണ്. നമ്മുടെ സൈഡിൽ തന്നെയാണ്. നമ്മുടെ ഈ ഒരു പാലം കഴിഞ്ഞിട്ടാണ് അമ്പലം വരുന്നത്. അപ്പൊ ആദ്യമേ ഈ ഒരു തോട്ടിലെ ഈ മീനുകളുള്ള തോടും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്പലം വരുന്നത്. അപ്പൊ ഞങ്ങളതാ പോവാണ് തിരുവനന്തപുരം റോഡിലാണ് ഞങ്ങൾ പോകുന്നത്.